പോലീസ് എന്തെങ്കിലും കാര്യം അറിയിച്ചിരുന്നു? എല്ലാം ഭഗവാന്റെ അടുത്ത് നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറഞ്ഞ് അദ്ദേഹം ബൈക്കിലങ്ങ് പോവുകയാണ്. അതാണ് രാജസേനാണ്, അതായത് അച്ഛനെ സമാധിയിരുത്തിയ മകനാണ് ഇപ്പോൾ ബൈക്കിൽ അങ്ങ് കടന്നുപോയത്. എല്ലാം ഭഗവാനോട് ചോദിക്കൂ. ഇവര് പറയുന്ന പ്രകാരം അദ്ദേഹം അവിടെ വന്നിരുന്ന് അദ്ദേഹത്തിന്റെ പുറത്ത് സ്ലാബ് എടുത്ത് വെക്കുകയാണെങ്കിൽ, ശ്വാസം മുട്ടി മരിച്ചതാണ് എങ്കിൽ ഒരു 1 വീക്കിനപ്പുറം പോയാല് ഈ ലങ്സ് ഡീകേ ആവുകയും, അതായത് ചീഞ്ഞഴിഞ്ഞു പോവുകയും, ഇത് ഒരിക്കലും കണ്ടുപിടിക്കാൻ മേലാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്യും. ഇപ്പോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അടവും അത് തന്നെയാണ്. ഇത് മാക്സിമം ഇപ്പൊ തന്നെ 1 വീക്കായി ഇത് മാക്സിമം തള്ളി വെക്കുന്നതിനനുസരിച്ച് തെളിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് സമയം ചോദിച്ചു വാങ്ങുകയാണ്. മണ്ടന്മാരായ പോലീസ് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ നാടകങ്ങൾ മുഴുവൻ കളിച്ചതും കളിക്കുന്നതും. ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചില്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാതെ ആവും. ഒരു തൂങ്ങി മരണമാണെങ്കിൽ കഴുത്തിലെ പാട് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോണിന്റെ ഒടിവോ ചതവോ വെച്ചിട്ടോ കണ്ടുപിടിക്കാം. പക്ഷെ ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ലങ്സിന് ഡീകേ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇപ്പോ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം സമാധി ആയതിന്റെ സ്ഥിതിക്ക് കല്ലറ പൊളിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കാനർ ടൂളുകൾ ഒരുപാടുണ്ട്. ആ സ്കാനർ ടൂൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പൊ അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആളില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇപ്പൊ അവർ സ്കാനർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് പൊളിച്ചിട്ട് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഭരണഘടന വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതൊക്കെ വേണം. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി വീട്ടുകാരെന്നാണ് പറയുന്നത്. അത് സത്യമാണ്, നമ്മളെല്ലാവരും കണ്ടാണ്. അതും നാടകീയമായ രംഗങ്ങളാണ്. ആ സ്ത്രീയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. സിനിമയിൽ പോലും കണ്ടിട്ടില്ല. നമ്മൾ ചില ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും ഓവർ ആക്ടിങ്. അതിൽ ഓവർ ആക്ടിങ് ആണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന നാട്ടുകാരായ ഹിന്ദുക്കൾ ഉൾപ്പെടെ ഇതിനെതിരാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണം. വനിതാ പോലീസ് ഉൾപ്പെടെ അവിടെ വന്നതാണ്. അവരെ വീട്ടിനകത്ത് കൊണ്ടിരുത്തല്ല ചെയ്യേണ്ടത്. അറസ്റ്റ് ചെയ്ത് എവിടേക്കെങ്കിലും മാറ്റി അത് പൊളിക്കുകയാണ് വേണ്ടത്. ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ ബാധ്യത ഇത് ചെയ്യേണ്ടത്. അതിന് പകരം അവര് കളക്ടർ ഉടനെ RDOക്ക് തട്ടി, RDO തഹസീൽദാർക്ക് തട്ടി. കാരണം ആ രീതിയിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുക. ഇത് അവർക്ക് കൂടുതൽ സന്നാഹത്തോടെ തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് ദിവസങ്ങൾ കൊടുക്കുകയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ 4 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അച്ഛൻ ഇതല്ല, പെട്ടെന്ന് നീ വരണം, സമാധി എന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടാ എന്ന് പറഞ്ഞു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. സമാധി ഇരിക്കുന്ന സമയത്ത്